ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PK Couples. PK Couplesൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ സമയം ഇപ്പോൾ 9:15 എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി നേരത്തെ കഴിച്ചു. ചേച്ചിക്ക് ഒട്ടും വയ്യ, പനിയൊക്കെയാണ്, ശരീരം വേദനയാണ്. പാറൂസിനും ദേ വാരി കൊടുത്തിട്ടുണ്ട്. പിള്ളേരുടെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചേച്ചി കാശിനും കൂടി മോളിൽ പോയി. പാറുക്കുട്ടൻ എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മിഠായി എടുത്തരാൻ മേമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നേരത്തെ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ എടുത്തു കൊടുത്തുള്ളൂ. വീണ്ടും എടുത്തു കൊടുത്തിട്ട് ഒന്നാമത് എല്ലാവർക്കും ചുമയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എടുത്ത് കൊടുക്കേണ്ട ഗീത്തു പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് ഇരിക്കുകയാട്ടെ. ഇവർ രണ്ടുപേരാണെങ്കിൽ ഒന്ന് ഉറങ്ങാനുള്ള ഒരു പരിപാടിയില്ല, നല്ല മുടിയിലാണ്, നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അന്നൂസിന് പ്രധാന ഹോബിയാണ് ഈ ഒരു മുടി കടിക്കൽ കേട്ടോ. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞില്ല കടിച്ചത്, എങ്കിൽ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല പടം കൊടുക്കും. അപ്പോൾ ഞാൻ വേറൊരു ക്ലീനിങ് പ്രൊഡക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അഗാരോൻ്റെ, കാണിച്ചു തരാം. എൻ്റെ ദൈവം, ഇവന്മാരെ പുറത്ത് പോയി കളിച്ചിട്ട് മണ്ണും ചെളിയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇതിനെ അടിച്ച് തുടച്ച് മനുഷ്യന്മാരെ ഊപ്പാടാണ്. നമ്മളൊക്കെ പുതിയ ഐറ്റം കിട്ടിയിട്ടുണ്ട്, പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. പുതിയ സാധനമായിട്ട് എത്തിയിട്ടല്ല, നമ്മൾ പുതിയൊരു ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെളി ആയാലും മണ്ണായാലും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അഗാരുടെ എയ്സ് വെറ്റ് ഡ്രൈ വാക്യൂം ക്ലീനർ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒത്തിരി ആക്സസറീസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എല്ലാം കണ്ടല്ലോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നനഞ്ഞ ഏരിയകൾക്ക് വേണ്ടിയിട്ട് അബ്സോർബിംഗ് ബ്രഷ് ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനകത്ത്. അപ്പോൾ അബ്സോർബിംഗ് ബ്രഷ് ഈ എക്സ്റ്റൻഷൻ ഇതിൽ കണക്ട് ചെയ്യാം. ഇത്ര നീളം വയ്ക്കാൻ പറ്റും കേട്ടോ. നനവില്ലാത്ത ഏരിയകളിൽ ഫ്ലോർ കം കാർപ്പറ്റ് ബ്രഷ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കാണുന്ന മണ്ണെല്ലാം ഈ ക്രിവൈസ് നോസിൽ വെച്ചിട്ട് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. മണ്ണ് മാത്രമല്ല, ജനലിൻ്റെ സൈഡിലുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം നോക്കാം. വാക്യൂം ക്ലീനർ ഓരോടത്തും മറ്റോടത്തേക്ക് ക്യാരി ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമുണ്ട്. വേറെ ഒന്നല്ല, 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വീൽസാണ് ഇതിനുള്ളത്. അടുത്തത് നമ്മൾ മൾട്ടിപർപ്പസ് ക്ലീനിങ് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ സോഫയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ പോകാം കേട്ടോ. ഇത് എത്രത്തോളം എഫക്റ്റീവ് ഉണ്ടാവും എനിക്കറിയില്ല, അപ്പോൾ ക്ലോത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, പുറത്തുള്ള ചപ്പുചവറുകൾ കളയാനായിട്ട് എക്സോസ്റ്റ് വെച്ചിട്ട് അടിച്ച് നമുക്ക് സിമ്പിളായിട്ട് കളയാം കേട്ടോ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്ന പാർട്ട് ക്ലീനിങ് ആയിരിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിലാണല്ലോ. അതുകൊണ്ട് ഇത്രയും കച്ചറകളാണ് നമുക്കിത് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആൾക്കാരുടെ വാക്യൂം ക്ലീനർ എങ്ങനെയുണ്ട്, സംഭവം കിട്ടുമല്ലേ? ഞാൻ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലുള്ള, അതായത് ഈ അഗാരുടെ എന്നല്ല, ഏതെങ്കിലും വാക്യൂം ക്ലീനേഴ്സോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾ ബാക്കി വീഡിയോസ് കണ്ടിരിക്കുക. പിന്നെ രാത്രിക്കലത്തെ പരിപാടികളാണ് ഇതൊക്കെ. ബാക്കിയുള്ള മീൻ കൂട്ടാനും കറികളൊക്കെ ചൂടാക്കി വെക്കുക, പിന്നെ പാത്രം കഴുകുക, എല്ലായിടത്തെയും പോലെ തന്നെ സ്ലാബും സംഭവങ്ങളൊക്കെ ഒതുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയിനൂസ് ചെറിയൊരു വാശിയിലൊക്കെ ആയിരുന്നു, ഞാൻ തന്നെ എടുക്കണം വന്നിട്ടും. പിന്നെ പാലും കുപ്പി കാണിച്ചിട്ട് പാല് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ കുപ്പിയൊക്കെ കഴുകിയിട്ട് ഞാൻ പാല് കൊടുക്കട്ടെ. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇവന്മാർക്ക് ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാല് കുടിക്കാൻ കെടുക്കുമ്പോൾ ഇവർ പറയുന്ന സ്ഥലത്ത് കിടക്കണം, പറയുന്ന തലണ വെച്ച് കൊടുക്കണം, പിന്നെ നമ്മൾ അടുത്തിരിക്കണം, അതേപോലെ നമ്മളെ മുടി പിടിക്കണം, നമ്മളെ കൈയൊക്കെ പിടിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ തലണ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു തലന എടുത്തുകൊണ്ട് വരാൻ പോയതാണ്. കാരണം ഇവിടെ വെക്കാറുള്ളത് വേറൊരു തലനായിട്ട്. അപ്പോൾ അത് റൂമിലായിരുന്നു, അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അതിന് വെച്ച് കൊടുത്തിട്ട് അത് പതിയെ എന്തെങ്കിലും സോപ്പിട്ട് കെടുത്തി ചീത്ത പറയുന്ന പാടില്ലൊരു സമയത്ത്. അപ്പോൾ ഭയങ്കര സങ്കടമാവും, ഒട്ടും കുടിക്കില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ടും. ഓരോരോ ശീലങ്ങൾ. അയിനൂസിനാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കേട്ടോ. അല്ലൂട്ടൻ്റെ അച്ഛനെ പിന്നിൽ കൂടെ നടക്കുന്നുണ്ട്. ശരിടാ.
ഇവിടുന്ന് ഇനി ഈ പാല് കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇപ്പം തന്നെ ഉറങ്ങും, അല്ലെങ്കിൽ പിന്നെ നല്ല ഉഷാറാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ കണ്ടറിയണം. പ്രത്യേകിച്ച് ചേച്ചിരിക്കുന്ന ആ ഒരു കളിപ്പാട്ടും തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അല്ലൂസ് കളിക്കാൻ പോവാണ്. അവന് കളിക്കാനൊന്നും അറിയില്ല, എന്നാലും ചേച്ചി കാണിക്കുന്ന പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ചേച്ചി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഈ രാത്രി സമയത്ത്. സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ പിള്ളേർ ആരെങ്കിലും ഉറക്കം അല്ലെങ്കിൽ വാശി വെക്കിയിട്ടുണ്ടെങ്കിലേ പോവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലെ ബാക്കിയൊക്കെ ഇരുന്ന് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാവരും കൂടി ഉണ്ടാവും. ഇതിപ്പോൾ ചേച്ചി മുകളിൽ പോയിട്ടുണ്ട്, ഇതേ പാറൂസ് ഞങ്ങളെടുത്തുണ്ട്. ഇനി അങ്ങോട്ട് മുഴുവൻ ഭാഗമാണ് അതേ ചന്ദ്രരൂപിണിയുടെ ഈ ഗ്രാൻഡ് പാർട്ടി കേസിൽ സർവ്വം നടത്താം എന്നൊരു പിന്നെ അല്ലുക്കുട്ടനാണെങ്കിൽ അച്ഛൻ്റെ ഉമ്പായി കുടിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഓരോരോ ശീലങ്ങളൊക്കെയാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കടിക്കുക, കിക്കിളിയാക്കുക, കടിക്കുക. ഇപ്പം അവൻ വാശി പിടിക്കുന്നത് വലിയശ്വൻ മുട്ട കഴിക്കാനിട്ട് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അവന് തൊലി ഉരിക്കാണ്ട് അങ്ങനെ തന്നെ കൊടുക്കണമെന്ന്. ഹാപ്പി അല്ലേ? അവൻ്റെ വാശി പോലെ ഒരു മുട്ട കൊടുത്തുട്ടോ, കാരണം അതെങ്കിലും ഇനി വയറ്റിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അച്ഛനും മോനും കൂടി തൊണ്ടൊക്കെ പൊളിച്ച് താഴത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അച്ഛനും മക്കളും കൂടി തന്നെ അടിച്ചു വാരാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ അടിച്ചു വാരാൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് 3 പേരും. ഞങ്ങളിങ്ങനെ ചൂലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അതേപോലെ ഞങ്ങളെപ്പോലൊക്കെ അടിച്ച് വാരാനൊക്കെ ശ്രമിക്കും കേട്ടോ. അപ്പം അതെന്തായാലും നടക്കട്ടെ. നമുക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്, അതെന്തായാലും ഫിനിഷ് ചെയ്യണം. അല്ലുക്കുട്ടൻ കുറച്ച് മിസ്സിങ് ആണ്. അല്ലുക്കുട്ടന് തോന്നുന്നു അച്ഛൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലുക്കുട്ടനും ചേച്ചിയും അച്ചാച്ചൻ്റെ അടുത്ത് കിടന്നിട്ട് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചിയമ്മനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ചേച്ചിയമ്മ അവരുടെ താളത്തിനൊത്ത് തുള്ളും, അടിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് അവൾ അങ്ങനെ ഒന്നും റിയാക്റ്റ് ഒന്നും ചെയ്യില്ല. നമ്മുടെ കൈനൂസ് എന്തിനാന്ന് പറയാൻ കരഞ്ഞത്, ചൂലം ഒരു മുടി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നീൽച്ചേട്ടൻ ചൂല് വലിച്ചപ്പോൾ അത് പറന്ന് അവൻ്റെ മേത്ത് വീണ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞതാട്ടാ. അപ്പോൾ അമ്മ അപ്പുറത്തെ വാഷ് ബേസിൽ സിങ്കിൽ പാത്രം കഴുകാണ്, ഞാൻ ഇപ്പുറത്തെ പാത്രം കഴുകാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷ്. കണ്ടെയ്നറുകൾ എത്തുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ചരിത്രത്തിൽ തന്നെ വലിയ കൈവരിച്ചിട്ടുള്ളത് കരുത്തും അന്താരാഷ്ട്ര ചേട്ടനും അനിയനും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ നല്ല രസം. പക്ഷെ എപ്പോഴാ സ്വഭാവം മാറാന്ന് അറിയില്ല. ഒരാളൊന്ന് ഞൂണ്ടിയാൽ മതി, മറ്റാളെടുത്തിട്ട് എന്താ പറയുക മാന്തെന്ന് പറഞ്ഞ പോലെ ഈ വണ്ടികളൊക്കെ വെച്ച് തലക്കടിക്കുന്നേ. നമുക്ക് തന്നെ അടി കൊള്ളുമ്പോൾ ഭയങ്കര വേദന. അപ്പം പിന്നെ പിള്ളേരെ കാര്യം പറയാനുണ്ട്, അതേപോലെ തന്നെ ഈ കടി കെട്ടുമ്പോഴായാലും. ഇപ്പോൾ ഇതേ സ്ലാബൊക്കെ ഒന്ന് തുടക്കിയിട്ട് ഇന്നിപ്പോൾ അഞ്ചു ചേച്ചി ഇല്ല കേട്ടോ. അഞ്ചു ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കും, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ ആയിരിക്കും. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആകും. ഞങ്ങൾ 2 പേരും കൂടി ഉണ്ടെങ്കിൽ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ, വർത്തമാനം പറഞ്ഞിട്ടൊക്കെ. അല്ലെങ്കിൽ പെട്ടെന്ന് പാത്രങ്ങൾ കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പാത്രങ്ങൾ കഴുകുമ്പോഴാണ് കൂടുതലായിട്ട് സംസാരങ്ങൾ വരാം. അത് കഴിഞ്ഞ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിരുന്നു. പിന്നെ പാറൂസ് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് ടേബിൾ മേൽ ബാഗും അതുപോലെ തന്നെ ബുക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. പിന്നെ വേറെ ഒന്നുമില്ല, ഇവരെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം നിറച്ച് വെക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യട്ടെ. ബോട്ടിലൊക്കെ ആദ്യമേ കഴുകിയിട്ടുണ്ട്. പാൽപ്പൊടി ടിന്നിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ബാഗാണിട്ടത്. ഇതിനുള്ളിൽ അവരെന്നാലും മുകളിൽ പോയിട്ട് വല്ല ഹപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാമ്പേഴ്സ് ലീക്കേജ് ആയിട്ടുണ്ടെങ്കിലോ 2 പാമ്പേഴ്സ് നമ്മൾ ഇതിനുള്ളിൽ വെക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്ലാസ്ക് മുഖ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പാല് ചോദിക്കും. അപ്പോൾ അതിൽ ഇളം ചൂടുവെള്ളം നിറച്ച ഫ്ലാസ്കാണ്. 2 പേരുടെയും പാൽക്കുപ്പി കഴുകി വെച്ചിട്ടുണ്ട്. പാൽപ്പൊടി, പാൽപ്പൊടി സെറ്റ്. ഹലോ രാമനാഥ, എവിടേക്കിന് രാമൻ വീഴും ഇന്ന്?
രാമമ്മ ഡിസ്കോ കളിച്ച് പോയിട്ട് കൊടുക്കടാ. ഓക്കെ നന്നു വേണ്ട പറഞ്ഞേ, നാളെ എന്ന് പറഞ്ഞേ, നാളെ എന്ന് പറഞ്ഞേ, നാളെ എന്ന് പറഞ്ഞേ. ഐനുസ് അമ്മേനെ നോക്ക്, നാളെ എന്ന് പറഞ്ഞേ. മിണ്ടൂല, വേണ്ട, പാറു പ്യാറുവാ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. നീ ഇന്നത്തെ കഷ്ടപ്പെട്ട് കൊണ്ട് കാണിപ്പിച്ചു. പിന്നെ അല്ലെങ്കിൽ ഇത് കൊള്ളാം അല്ലേ ഗൈസ്. അപ്പം നമ്മളിത് റൂമിലെത്തിയിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ പോയതാട്ടെ. റൂമിൽ നിന്ന് രാവിലെ പോയതാ, ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു നമുക്ക്. അപ്പം പോയിട്ട് പിന്നെ ഉച്ചരിനാണ് എത്തിയത്. ഉച്ചരിന് വന്നിട്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ റൂം അത്യാവശ്യം അലങ്കോലമാണ്. രാവിലെ പോകേണ്ട കുറച്ച് തിരക്കുകൾ കാരണം ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ അവിടെയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണം. പിന്നെ താഴ്ന്ന് ഡ്രസ്സ് മടക്കിക്കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തു വയ്ക്കണം. ചേട്ടന്മാരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കില്ലായിരുന്നു ഷർട്ട് ഇട്ടില്ല എന്നുകൊണ്ട് ഭയങ്കര പരാതിയാണ്. ഇന്നത് പ്രമാണിച്ച് ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഹലോ, ഇതൊക്കെ ഇത് നമ്മൾക്കൊന്ന് എടുത്തു വയ്ക്കാനുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സ് എടുത്തു വയ്ക്കാനുണ്ട് കേട്ടോ. എന്നടാ തുടങ്ങും ഈ ഒരു ടേബിൾ ഫാൻമ കളിയിട്ടാ. ഇപ്പം എല്ലാ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങളിത് അത് അവിടെ ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ലായിരുന്നു ചെക്കന്മാർക്ക്. ഇപ്പം അവിടെ പോയി സ്വിച്ച് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. ചെക്കന്മാരൊക്കെ വലുതായിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഓ, ഇത് അവരെ സ്വന്തം അളന്മാരിയാണ്. ഞാനിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കട്ടെ. എനിക്ക് ഇതിൻ്റെ പുതിയ ടോപ്പ് 250 രൂപയോളം തോന്നുന്നു. ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്ലീവ്ലെസ് ഇട്ട് ആരോട് പറഞ്ഞു, ആരല്ല കുറച്ച് പേരെന്നോട് പറഞ്ഞു സ്ലീവ്ലെസ് രസമുണ്ടെന്ന് പറഞ്ഞു. ഫോണിൽ നോക്കും. സൂപ്പർ. സ്ലീവ്ലെസ് ടോപ്പ് ഇടാൻ ഒരു മോഹം തോന്നിയപ്പോൾ ഒരു ടോപ്പ് എടുത്തു. ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അപ്പോൾ വേറൊരു ടോപ്പ് എടുത്ത് നോക്കിയതാണ്. പക്ഷേ എങ്കിൽ എനിക്കിത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ചെറിയൊരു നാണക്കേടാണ്. പക്ഷേ ഞാൻ എടുക്കുന്നത് ഭയങ്കര കുഞ്ഞു സ്ലീവ് അല്ല കേട്ടോ. അത്യാവശ്യം ഷോൾഡറിൻ്റെ അത്രത്തോളം വരെയുള്ള സ്ലീവാണ്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കണം. പിന്നെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റും പുതപ്പും തലനൊക്കെ ഒന്ന് പൊക്കി നോക്കണം. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിൻ്റെ അടിയിൽ ഇനി വല്ല പാറ്റ പല്ലി വണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അമ്മേരെയൊക്കെ കണ്ട് ശീലിച്ചാൽ കേട്ടോ. അമ്മ അങ്ങനെയാണ് ടോർച്ചടിച്ച് കട്ടിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും പാമ്പ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ ഒരു പേടി എനിക്കുണ്ട്. ഞാനും അതേ കർട്ടനൊക്കെ മാറ്റി നോക്കും, എന്തെങ്കിലും ഉണ്ടോ ബെഡ്ഷീറ്റിൻ്റെ അടിയിലൊക്കെ നോക്കും, ബെഡൊക്കെ പൊക്കി നോക്കും. എന്നാലും എനിക്കൊരു സമാധാനമാണ്. പ്രത്യേകിച്ച് പിള്ളേരുള്ളതുകൊണ്ട് എനിക്കൊരു ടെൻഷനാണ്. അഥവാ വല്ല വണ്ടൊക്കെ രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് വന്നത്, ഇനി തട്ടിക്കൊടയാണ്ട് വന്നതാണോ എന്നൊക്കെ വിചാരിക്കും. എനിക്കൊരു ഭയങ്കര പേടിയാണിത്. സഞ്ചാരികൾ അമ്മരുണ്ടാ, ഓടിക്കോടാ. അല്ലോ, ഓടിക്കോടിക്കോ, അമ്മരുണ്ട്. അടിയിട്ടു വേമ്പ അടച്ചു വെക്ക്. ക്ലോസ് ചെയ്യ്. അമ്മയ്ക്ക് തല്ലുള്ളൂ. വേഗം അടച്ചു വെച്ചിട്ട് വാ. അടച്ചു വെച്ചത് വേഗം വേഗം ചെല്ല്. അമ്മ തല്ലിട്ട് നോക്കിക്കോ. അല്ലോ, അച്ഛന മോൻ ചെല്ല്. പോയി അടച്ചിട്ട് വാ. അത് അടച്ചു വെച്ചിട്ട് വാ. ഓടിച്ചല്ലേ കേട്ടോ. അച്ഛന മോൻ അടച്ചിട്ട് വാട്ടാ. ഗുഡ് ബോയ്. കേറ് കേറി കിടക്കിരി. വാ അങ്ങനെ അന്നേ അതിന് കയറുണ്ടാ. നമ്മൾ വല്ലപ്പോഴും ആയിട്ട് രണ്ടുപേരും ഉറക്കാണ്ട് റൂമിൽ കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ താഴ്ത്തുനിന്ന് ഉറക്കിയിട്ട് കൊണ്ടുവരാ ചെയ്യാറ്. അപ്പോൾ റൂമിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം, എന്താ ഒരു കാണാത്ത ലോകത്ത് ചെന്ന പോലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ ഉണ്ടാക്കാനും. പക്ഷെ ചില സമയങ്ങളിൽ മിക്കവാറും ഞങ്ങൾ ഉറക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവരാറ്. അതിന് കയറിയേ കയറി വാ.
പിന്നെ വൈകിട്ട് വന്നിട്ടാണ് അടിച്ചു വാരലും സംഭവങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. രാവിലെ പകൽ സമയങ്ങളിൽ അപൂർവങ്ങളായിട്ടാണ് റൂമിലേക്ക് കയറി വരിക. കാലത്ത് വരെ താഴ്ത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കയറുന്നത് ഉറങ്ങാനായിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് മാറ്റലും തട്ടിക്കൊടയിലും തുണി മടക്കിക്കലും എല്ലാം ചെയ്യാറ്. സുട്ടപ്പനാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഭയങ്കര ഗുസ്തിയാട്ടാ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തല്ലൂട്ടം കുറച്ച് കുറവാണ്. ഇവർ ഭയങ്കര ഒരു കളിമൂടിലാണ്. അച്ഛനായിട്ട് കളിക്കുക അല്ലെങ്കിൽ എന്നായിട്ട് കളിക്കുക, ഓരോ സാധനങ്ങളൊക്കെ നോക്കുക. കാരണം ഈ റൂം അവർക്ക് അത്ര എന്താ പറയുക പരിചിതമല്ല. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ മാത്രമേ കൂടുതലായിട്ട് ഓരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുള്ളൂ. സന്തോഷത്തിലാണ്. എന്താണെന്നറിയില്ല, എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്ന പോലെ ഇതിൻ്റെ റൂം. ഞങ്ങൾ എപ്പോഴും അവരെ താഴത്തുനിന്ന് ഉറക്കിയിട്ട് മുകളിൽ കൊണ്ടുവരാറായിട്ട് പതിവ്. വേറെ ഒന്നുമല്ല, അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങാനായിട്ട് ഭയങ്കര ലേറ്റ് ആവും. പിന്നെ ഒരാൾ ഉറക്കിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റാൾ ഉറങ്ങിയില്ലെങ്കിൽ അയാൾ ഒച്ച വെച്ച് ഇയാൾ എണിപ്പിക്കുക. അതുകൊണ്ട് ഞങ്ങൾ താഴത്തുനിന്ന് ഉറക്കിയിട്ടേ കൊണ്ടുവരാറ്. ഇപ്പോൾ വല്ലപ്പോഴാണ് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇതേപോലെ എടുത്താൽ. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചു രണ്ടുപേരൊന്നും ഒരുമിച്ച് കൊണ്ടുവരാം. ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് ഇതേപോലെ തന്നെ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കും ഞാനോ അമ്മ അനിൽച്ചേനോ ഉറക്കിയിട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇവർ ഉറങ്ങാൻ ലേറ്റ് ഉണ്ട്. അതും പോരായിട്ട് ഇവിടെ വന്നിട്ട് ഉറങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ അത് കണ്ടിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുക രാത്രി സമയത്താണ്. ഞാൻ നോർമലി വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 1 മണി 1:15 ആയിരിക്കും. അപ്പോൾ ഇതുകൂടിയും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 3 മണിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം പകൽ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആകെ ഡബ്ബിങ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇവരുള്ളതുകൊണ്ട് എനിക്ക് ഇവർ ഉറങ്ങുന്ന ഒരു സമയം മാത്രം എനിക്ക് ഡബ്ബിങ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവർ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ പറയാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ വേണം പിള്ളേരെ അടുത്ത്. പിള്ളേർ വർത്താനം പറയണമെങ്കിൽ നമ്മളെടുത്ത് കെടുത്തി കുറേ വർത്താനമൊക്കെ പറഞ്ഞെന്നൊക്കെ നിഖിലേട്ടനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ശരി നമുക്കത് പ്രാവർത്തികമാക്കാന്ന് വിചാരിച്ചു. എന്താണ് നിഖിലേട്ടന് പറയാനുള്ളത്? നിഖിലേട്ടാ, ഇവര് വലുതാകുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോ കൊണ്ട് കിടത്തുന്നത്. ഇവര് ഉറങ്ങാൻ ഭയങ്കര മടിയാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞങ്ങൾ പറയാറില്ലേ. അതുപോലെ തന്നെ ഇവരിപ്പോ ഇനിയിപ്പോ നമ്മളെ കൂടെ കിടന്ന് കളിച്ച് രസിച്ച് അതങ്ങോട്ട് അടിച്ച് പൊളിക്കട്ടെ എന്ന് വിചാരിക്കണം എന്തൊക്കെ ആയാലും അല്ലേ ഗീതു? അതെ. പിന്നെ ഇവര് ചേട്ടൻ അനിയൻ തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളർത്തിയെടുക്കാൻ ഈ ഒരു ടൈമിങ് കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ കുറച്ച് ഉറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും മീൻസ് നമ്മുടെ പിള്ളേർ നല്ല പിള്ളേരായിട്ട് വളരട്ടെ. അവർ തമ്മിൽ ചേട്ടൻ അനിയൻ എന്നുള്ളൊരു ബന്ധം അല്ലേ? അങ്ങനെ എന്തായാലും വേണമല്ലോ. അതിന്റെ പേരില് എന്തൊക്കെ എടുത്തിട്ട് കയ്യിൽ പാവയൊക്കെ പിടിച്ച് കിടക്കണം. നോക്കി അവിടെ വെച്ച് സൈഡിൽ വെച്ച് എന്താ അല്ലു ഉണ്ണിനെ ഉറക്കിയാ? ഏതത് ഉറക്കിക്കോനെ? ഇവിടെ ഉറങ്ങിയാ? അതിന്റെ കണ്ണ് കാണില്ലല്ലോ. കണ്ണവിടെ പോയി? അയ്യോ കണ്ണ് കാണില്ല. നന്നു അതിനെ വന്ന് കിടന്നിവിടെ എന്നുവെച്ചാൽ ക്യാമറ കാണിച്ചതാ. ഇവിടെ കിടക്ക്, ഇവിടെ ചേട്ടനെ എടുത്ത് കിടക്ക്. അറ്റാക്കിങ് നടന്നു. പിന്നെ ഞാൻ വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നും എനിക്ക് മുഖം കഴുകണ്ട 2 നേരം ഞാൻ ഫേസ് വാഷ് ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇട്ടതല്ല, ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടതായിരുന്നു ഈ റൂമിൽ വന്നതിന് ശേഷം. അപ്പോൾ അതൊക്കെ ഒന്ന് കേക്ക് കളയണം. പിന്നെ എനിക്ക് മുഖത്ത് അഴുക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ കുരു വരും. ഓയിൽ സ്കിൻ ആയതുകൊണ്ട് മര്യാദയ്ക്ക് കൊണ്ടു നടന്നില്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അപ്പോൾ കുരു വരും കേട്ടോ. റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ നിഖിൽ ചേട്ടനാണ്. നിഖിൽ ചേട്ടനായിട്ടാണ് 2 പേരും ഗുസ്തി മറിഞ്ഞ് കളിയും സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ തല്ലൂട്ടങ്ങളൊക്കെ നടക്കും. വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കും. പെട്ടെന്നൊരു കുഞ്ഞി കടി മാന്തലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അതും പിടിച്ച് 2 പേരും തല്ലൂടും.
തങ്കക്കുടമേ തങ്കക്കുട അഞ്ഞു അച്ഛാമ്മ മടിക്കാന്ന്. ഇനി ഇവർ ഉറക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അല്ലൂസ് ഉറങ്ങിയിട്ട് ഐനൂസിനെ ഞങ്ങൾ മുകളിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അവൻ ഞങ്ങൾ നടുക്ക് കിടന്നിട്ട് ഇങ്ങനെ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ ഉറങ്ങിപ്പോയി. പക്ഷെ ഇവർ രണ്ടുപേരും ഉറങ്ങാതിരിക്കുമ്പോൾ ഉറങ്ങില്ല, എടുത്തിൻ്റെ അടുത്ത് ഉറക്കി തന്നെ വേണം. അല്ലോ അല്ലച്ചക്ക് മുടി നീക്കിട്ട് കൊടുക്ക് കൊടുക്ക് കഴിച്ച ഇന്നു അമ്മ കേട്ടിപ്പി ചുമ്മാ തരോ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് കണ്ണൊക്കെ തൂങ്ങി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ വെറുതെ നെഞ്ചത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് എടുത്തിട്ട് നടക്കണം. അപ്പോൾ പിന്നെ ഭയങ്കര ചോദ്യങ്ങളൊക്കെയാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരാൾ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾ അതേ സൗണ്ട് തന്നെ ഉണ്ടാക്കും. അങ്ങനെ രണ്ടുപേരും ഉറക്കില്ല കേട്ടോ, അതാണ് പ്രശ്നം. ഇപ്പം നെഗിൽ ചേട്ടൻ്റെ അല്ലൂസിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ കൊണ്ടിട്ട് എവിടെ അവൻ ഇവിടുന്ന് എനിക്ക് ഓടാണ്. അപ്പം ഐനൂസിനെ കൊണ്ടിട്ടപ്പോൾ ഐനൂസ് ഓടാണ്. അവന് ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കായിരുന്നു കേട്ടോ. രസമാണ് ഇവരെ കൂടെ കിടന്ന് കളിക്കാനും. പിന്നെ കുറേ വർത്തമാനങ്ങളൊക്കെ പറയും. ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാളും അതേപോലെ പറയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അതേപോലെ നിന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ. പിള്ളേർ നിഖിൽ ചേട്ടൻ പറയായിരുന്നു, നീ എന്താണ് ചെയ്യണേ അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും എടുത്ത് ഉറക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. ഞങ്ങളപ്പോൾ കുറച്ച് നേരം കൂടിയും കളിപ്പിച്ചിട്ട് ഐനൂസ് ഉറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അല്ലൂസ് ിനെ ഉറക്കാൻ പോവാണ്. കുറുക്കൻ കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കറിയുന്ന ആകെ ഒരേ ഒരു പാട്ട് നമ്മുടെ കണ്ണീയുറങ്ങുറങ്ങ് ഇന്നൂമന കുഞ്ഞിയുറങ്ങുറങ്ങ് ആ ഒരു പാട്ടാട്ടോ. ഇവർ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ ആ പാട്ട് കേട്ടു തുടങ്ങിയത്. അപ്പം തൊട്ട് ആ പാട്ട് എനിക്ക് പാടാൻ അറിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ താമരക്കണ്ണൻ ഉറങ്ങണം ചുമ്മാ പാടും, വലിയ രീതിക്കൊന്നും അല്ല. പക്ഷെ ഇവർക്ക് അറിയാം ഇവർ ഉറക്ക് പാട്ട് അതാന്ന്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു സമാധാനം ആവുള്ളൂ. അമ്മയും ചേച്ചിയൊക്കെ പല പല പാട്ടുകൾ പാടിക്കൊടുക്കും. അങ്ങനെ അവനും ഉറങ്ങിയിട്ടുണ്ട്, രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ വർത്താനവും കളിയും ചീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഉറങ്ങി. ഇങ്ങനെ ഒരു ഭയങ്കര സമാധാനമാണ്. രണ്ടുപേരെയും കൊണ്ടുവന്ന് രണ്ടുപേരെയും കളിപ്പിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഉറക്കുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഓരോ ദിവസവും ഒരേപോലെ കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര കരച്ചിലായിരിക്കും, താഴെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, കളിയായിരിക്കും, ഫോൺ കാണുന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ എന്താ ഭയങ്കര സ്മൂത്തായിട്ട് ഉറങ്ങി, അങ്ങോട്ട് വലിയൊരു സീനില്ലാണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സമയം 11:30 അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇത് പക്ഷേ ഭയങ്കര നേരത്തെയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.